എയറോളിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഇലവിയ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഇപ്പം ഞങ്ങൾ മുട്ടത്തുനിന്ന് ഞങ്ങൾ ഇവിടെ ഇലവിയ പൂഞ്ചിറ റോഡിലേക്ക് തിരിഞ്ഞു. ഞാനും നമ്മുടെ അൻസാർക്കുണ്ട് വണ്ടിയിൽ, അൻസാർക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ പുറകിലായിട്ട് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ കാറിൽ വരുന്നുണ്ട്. അവർ ഒരു 4-5 ആൾക്കാരുടെ വണ്ടിയിലുണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇവിടേക്ക് തിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ രാവിലെ പെരുമ്പാവൂരിന് ഇറങ്ങിയാണ്. ഏകദേശം ഞങ്ങൾ ഇലവിയ പൂഞ്ചിറ എത്താറായി. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഇലവിയ പൂഞ്ചിറയ്ക്ക് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. ഒരു മാക്സിമം ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇലവിയ പൂഞ്ചിറയ്ക്ക് പോകുന്ന റോഡാണ്. നമ്മൾ കാഞ്ഞാറിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് പോകുന്ന റോഡാണിത്. ഇതിൽ ഫുള്ള് ഭാഗം ഫുള്ള് പച്ചപ്പ് വിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ല സൂപ്പർ ഡ്രൈവിങ്, ബൈക്കിൽ ഒന്നും പറയാനില്ല. ഇലവിയ പൂഞ്ചിറയ്ക്ക് തിരിയണ ജംഗ്ഷനെത്തി. ഇവിടുന്ന് ഈ റോഡ് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇലവിയ പൂഞ്ചിറ എത്തും. ഇവിടെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ, 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. നമ്മൾ യൂസുഫ് ഖാ അതുപോലെ തന്നെ ഷെരീഫ് ഖാനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവർ വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരും. നമ്മളെ യൂസുഫ് ഖാൻ്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഷെരീഫ് ഖാൻ്റെ വണ്ടിയിലന്ന് വരുന്നത് അവർ മിക്കവാറും മൊത്തം ഒരു 6 ആൾക്കാരോട് എങ്ങനെയാലും ഉണ്ടാവും. ഇതാ അവരാണിത്, അവരിതാ കയറിപ്പോയി. ഇതാണ് നമ്മുടെ ഇലവിയ പൂഞ്ചിറ കയറുമ്പോൾ ഇവിടുന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്ന വ്യൂകളാണ് ഇതൊക്കെ. നമ്മളിങ്ങനെ കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഈ വ്യൂ ഫുള്ള് നമുക്ക് മേലെ നിന്ന് കാണാം. റോഡ് കുറച്ച് ചില ഭാഗങ്ങൾ ചെറുതായിട്ട് മോശമായിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു മലൻ്റെ മുകളിലേക്കാണ് ഇങ്ങനെ കയറി പോകുന്നത്. ഫുള്ള് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഫുള്ള് പച്ചപ്പും ഹരിതാപൊക്കെയാണ് ഇപ്പം. ഇലവിയ പൂഞ്ചിറ അവിടേക്ക് എത്തിട്ടോ. ഇനി ഏകദേശം അങ്ങോട്ട് ഇനി കൂടുതൽ ദൂരമൊന്നുമില്ല. ഇനി നമ്മൾ വണ്ടി ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കിയിട്ട് അവിടുന്ന് ട്രക്ക് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് കയറി പോവാം. ഇത്രയും ഭാഗം റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഭാഗം റോഡ് നേരായി. നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യാം. നമ്മളിതാ ഇലവിയ പൂഞ്ചിറൻ്റെ പാർക്കിങ്ങിലെത്തിയിട്ടോ. ഇവിടെ നമ്മളെ വണ്ടി സൈഡാക്കി. നമ്മൾ യൂസുഫ് ഖാനെ ഇവരൊക്കെ കാത്തു ചെയ്ത് നിൽക്കുകയാണ്. അവരിപ്പോൾ എങ്ങനെയാലും മിക്കവാറും ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരും. നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറിപ്പോണ് ചെയ്യുന്നത്. ഇതാണ് ഇലവിയ പൂഞ്ചിറൻ്റെ ടോപ്പിലേക്ക് ട്രക്ക് ചെയ്ത് പോകാനുള്ള വഴിയിട്ട് ആളുകളിങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന കണ്ടില്ല. നമ്മളെ യൂസുഫ് ഖാൻ്റെ ഇവരെ വണ്ടി ഇവിടെ വന്ന് സൈഡാക്കിയിട്ടുണ്ട്. രണ്ട് സാരഥികളാണ്, ഒരു സാരഥി ഇതും ഒരു സാരഥി ഈ വണ്ടിയും. അങ്ങനെ 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇലവിയ പൂഞ്ചിറ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോയി കാണാം. ഏകദേശം പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ട് മഴക്കാലമായതുകൊണ്ട്. നമ്മൾ യൂസുഫ് ഖാ ഇവരെ വണ്ടി ഇങ്ങനെ അത് കയറി വരുന്നുണ്ട്. ഇതാണ് ഇലവിയ പൂഞ്ചിറ. നമ്മളത് മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോകുമ്പോൾ 2 സൈഡിലും ഫുള്ള് ഇതുപോലത്തെ പുല്ലുകളായിട്ടുള്ളത്. ഈ വഴിയിലൂടെ വേണം മുകളിലോട്ട് ഇങ്ങനെ കയറി പോകാനായിട്ട്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കാറ്റിനനുസരിച്ച് ഇങ്ങനെ നല്ല തണുപ്പ് ഇങ്ങനെ വീശുന്നുണ്ട്. കോട കുറവാണ്.
നമ്മൾ ഇലവയാപൂഞ്ചിറയിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന വീടാട്ടത്. ഈ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇലവയാപൂഞ്ചിറയിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ ജീപ്പ് സൈഡാക്കും. ഇവിടെ നിന്ന് അങ്ങനെ കയറി പോവുക ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന ഈ റോട്ടിലാണ് നമ്മൾ സ്റ്റേ വരുന്നത്. അപ്പോൾ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ നിൽക്കുന്ന സ്റ്റേൻ്റെ ഭാഗത്തേക്ക് എത്തും. നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് താഴത്തേക്കുള്ള ഈ വഴിയിലൂടെ വേണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഭാഗത്തേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഏകദേശം സമയം 1:15 അപ്പോൾ നമ്മൾ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അതുപോലെ കാര്യങ്ങൾ അതൊക്കെ എടുത്തിട്ട് എല്ലാവരും സ്റ്റേ ചെയ്യുന്ന റൂമിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാനുള്ള ഫുഡ്, രാത്രി ഉണ്ടാക്കാനുള്ള മറ്റുള്ള ഭക്ഷണങ്ങൾ എല്ലാം വണ്ടിയിലുണ്ട്. ഇത് വെച്ചിട്ട് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഭാഗത്തേക്ക് പോവാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് നമുക്ക് വണ്ടി പോകാൻ പറ്റില്ല, കാരണം ഭയങ്കര റിസ്ക്കാണ്, റോഡ് വളരെ മോശമാണ്. അപ്പോൾ ഇതുവരെ മാത്രമേ പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഭാഗത്തേക്കുള്ള വണ്ടി പോവുള്ളൂ. പിന്നെ ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി പോവുള്ളൂ. നമ്മളിതാ സാധനവുമായി നമ്മൾ താമസിക്കുന്ന അവിടേക്ക് ഇതാ പോകണ്ട. ആ പോകുന്ന സമയത്ത് ഇപ്പോൾ കിട്ടുന്ന കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ് അല്ലേ മാഷേ? എന്താ പറയാനുള്ളത്? കാറ്റ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നല്ല തണുപ്പുണ്ട്. പിന്നെ കോട കുറച്ച് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം നല്ല രീതിയിലുള്ള കോട വരും. ഈ ഭാഗം വരെ നമ്മൾ വണ്ടി പോകുള്ളൂ. ഇവിടെ നിന്ന് കണ്ട് വണ്ടി ഓടില്ലാന്ന് തോന്നുന്നു, കാരണം ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഇതാ നമ്മളിത് ഇങ്ങനെ നടന്നു പോയാൽ നമ്മളെ സ്റ്റേയിലെത്തും. സ്റ്റേ ചെയ്യുന്ന റൂമിലോട്ട് പോകുന്ന വഴിയാട്ടത്. കാരണം ഈ പുൽമേടിൻ്റെ ഇടയിലൂടെയൊക്കെ വേണം അവിടേക്ക് പോകാനായിട്ട്. ചെറിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയിലൊക്കെ പോകും. വഴി ഇങ്ങനെ നോക്കി വേണം നമ്മൾ നിൽക്കുന്ന സ്റ്റേയിലേക്ക് പോകണം. ഏകദേശം ഒരു 700 മീറ്ററോളം നടക്കാനുണ്ടാവും നമ്മൾ സ്റ്റേയിലേക്ക്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തുനിന്ന് ഇവിടേക്ക്. ഒരു രക്ഷയില്ലാത്ത വഴി കേട്ടോ. അവിടേക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി ഫുള്ള് പുൽമേട്, അതിൻ്റെ ഇടയിലൂടെയാണ് ആ വഴി വരുന്നത്. സ്റ്റേ ചെയ്യുന്ന നമ്മൾ വീട്ടിലെത്തിട്ടോ. ഈ ഇതിലാണ്, കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ എത്തി നമ്മൾ ഭക്ഷണമൊക്കെ ആയി തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ്. നമ്മൾ ഷെരീഫ് കഥ സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. അൻസാർക്കി അതുപോലെ തന്നെ സൈന് പുറകിലുണ്ട്. രണ്ടുപേരും ആണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഇന്നത്തെ കോട്ടേജ്. ഇതൊരു റൂമുണ്ട്, 3 ബെഡുണ്ട് കേട്ടോ. ഒരു ബെഡിൽ 2 പേർക്ക്, അങ്ങനെയാണെങ്കിൽ ഏകദേശം 6 പേര് ഇതിൽ പോകും, ഈ റൂമിൽ പോകും. ഇത് ചെറിയൊരു നമുക്ക് ഭക്ഷണം കഴിക്കാനേ പറ്റിയിട്ടുള്ള ചെറിയൊരാൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു ബെഡുണ്ട്. ഇതിന് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂമത്തെ ആളുണ്ട്. പിന്നെ ഇത് അതുപോലെ തന്നെ ഒരു ബാത്റൂമൊന്നും കുഴപ്പമില്ല, നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ക്ലീനാണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു കിച്ചണും വരുന്നുണ്ട്. നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ, എല്ലാ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാം. ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറ്റിയിൽ ഗ്യാസ് ഫുള്ളാണ്. ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാട്ടോ. ഞങ്ങൾ അവിടുന്ന് വരുന്ന സമയത്ത് തന്നെ എല്ലാവർക്കുള്ള പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ കേട്ടോ. നല്ല കാറ്റ്, അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ചെറിയൊരു പുഴയാണിത്. ഏതാ പുഴ എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതാണെന്നുള്ളത്.
അവിടെ നിന്ന് ഇങ്ങനെ പുഴക്കാകെ വറ്റി വരേണ്ട കിടക്കുകയാണല്ലോ. ആ ഭാഗത്തൊക്കെ ചെറിയൊരു ചാറ്റൽമഴൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. നല്ല കാറ്റിങ്ങനെ അടിച്ച് വീശി വരുന്നുണ്ട്. എല്ലാവരും ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ 9 പേരാണ് കേട്ടോ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഒരു ബൈക്കും അതുപോലെ തന്നെ ഒരു കാറിലാണ് ഞങ്ങൾ ഇവിടേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയുള്ള പൊതിച്ചോറ്, ഓംപ്ലേറ്റ്, ഉപ്പേരി, അച്ചാറ്, മാങ്ങച്ചാറുണ്ട്, നമ്മളെ ബീട്രൂട്ടിൻ്റെ അച്ചാറ്, ഇതൊക്കെയാണ് നമ്മൾ പൊതിച്ചോറിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചാറ്റൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഭാഗത്ത് നല്ല ചാറ്റൽ മഴയാണ്. മാഷ അവിടെ നിന്നിട്ട് നല്ലോണം കാറ്റിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. നമ്മളെ മുന്നിൽ ഈ കാണുന്ന ഈ ഏരിയ മലങ്കര ഡാമിൻ്റെ റിസർവെയർ ആട്ടോ. ഈ ഏരിയ മൊത്തം നമ്മൾ ആ ഒരു സൈഡിലേക്കാണ് മുട്ടം വരുന്നത്. ഈ സൈഡിലോട്ട് കാഞ്ഞാറും വരും, വലത് സൈഡിലോട്ട്. മാഷത്തിൻ്റെ മണ്ടയിൽ നിന്നിട്ട് കാറ്റിങ്ങനെ ആസ്വദിക്കാൻ. മണ്ടയിലിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളാനുണ്ടല്ലോ മക്കളെ. എന്താ വൈബ് കാറ്റിന് ഒന്ന് ആസ്വദിച്ച പിന്നെ മണ്ടയിലിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇതിന് മേലെ റെസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കാറ്റിങ്ങനെ കൊള്ളുമ്പോൾ കിട്ടുന്നൊരു വൈബ് അത് എവിടെ നമുക്ക് പോയാൽ കിട്ടില്ല. ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ കണ്ടിട്ട് പോകും. അത്രക്ക് ഹായ് ഫ്രണ്ട്സ്, ഇത് ഇലവിഴ പൂഞ്ചിറ. പലർക്കും അറിയാം, എന്നാലും പലതവണ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്റ്റേ ആണ്. നമ്മുടെ സുഹൃത്തിൻ്റെ സ്റ്റേ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ പകലൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും വൈകിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നല്ല രാത്രി ഒന്നും ഇലവിഴ ആസ്വദിക്കണം ഞങ്ങൾ സ്റ്റേ എടുത്തേക്കാണ്. ഞങ്ങൾ 9 പേരുണ്ട്. മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും പിന്നെ നമ്മുടെ പാലക്കാട് നിന്നുള്ള മാഷും പിന്നെ ആലപ്പുഴ എന്നുള്ള അംജിത് ഭായി, ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ള അംഗങ്ങളാണെല്ലാം. എന്തായാലും അടിപൊളി കാലാവസ്ഥ, അതായത് നല്ല തണുത്ത കാറ്റും പുൽമേടൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പിലങ്ങോട്ട് പരന്ന് കിടക്കുന്നു. പിന്നെ താഴെയാണെങ്കിൽ റിസർവോയറിൻ്റെ ഭാഗം, അതായത് ഈ മലങ്കര ഡാമിൻ്റെ റിസർവോയറിനകത്താണ് കാണുന്നത്. നല്ല വ്യൂ ആയിട്ട് നല്ല പിന്നെ ചെറിയൊരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്, ചെറിയ ചാറ്റൽ മഴ, നല്ല മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ. നല്ലൊരു അന്തരീക്ഷമാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ വരിക, കണ്ട് ആസ്വദിക്കുക. ഓക്കെ, കുറേ കാലത്തിൻ്റെ ആഗ്രഹം, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലം. ഇന്നാണ് വരാൻ കഴിഞ്ഞത്. യാത്ര ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഏതാനും കൂട്ടുകാർ, കുറച്ച് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങൾ ഇതേപോലെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ഇന്നിപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നല്ലൊരു അനുഭവം, നല്ല കാറ്റ്, നല്ല അനുഭവം. എന്തായാലും യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് സന്ദർശിക്കുമെന്നാണ്. ഞങ്ങളുടെ കയറാനുണ്ട്, നമുക്ക് നടന്നങ്ങോട്ട് കയറാം. ഞങ്ങളിവിടെ പോകുന്നത് മലപ്പുറത്തെ കിടന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നമാണ് ഡിമ്മിൻ്റെ സമയത്ത് ഇവിടെ പ്രവേശനം ഉണ്ടാവില്ല. അത് ഭയങ്കര അപകടമാണ്. കാരണം പെട്ടെന്ന് ഡിമ്മിനിലേക്കും അതിനുള്ള ഡിമ്മിനിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്നാലും അപകടം ഉണ്ടാകുന്നതാണ്. 2 വർഷം മുമ്പ് വരെ ഒരു സഞ്ചാരികൾ ഡിമ്മിനിലേക്ക് മരിച്ചതാണ്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. ഡിമ്മിനെ സംബന്ധിച്ച് കയറാതെ എല്ലാ സമയത്ത് ഈ കാലാവസ്ഥയൊക്കെ മഴ കഴിഞ്ഞുള്ള സമയത്ത് നല്ല
ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഇലവിയ പൂഞ്ചിറ ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടോ. അതിന് മുകളിലോട്ട് എല്ലാവരും കൂടി ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. എല്ലാവരും ഉണ്ട്. നമ്മുടെ മാഷിത എല്ലാവരെയും കൂടിയുള്ള ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. ആ കാണുന്ന ടവറുകൾ കണ്ടില്ലേ, ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മളിതാ കയറി പോകുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലോട്ട് കയറി പോകുന്തോറും കാറ്റും തണുപ്പും നല്ലോണം അടിച്ച് വീശി വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത കാറ്റും അതുപോലെ തന്നെ നല്ല ഇളം കാറ്റും, ഭയങ്കര വൈബ്. മഴക്കാലത്ത് ഇലവിയ പൂഞ്ചിറ വരാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ. കാരണം മഴ ഇങ്ങോട്ട് പെയ്തിട്ട് ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയായിരിക്കും ഈ ഒരു സമയങ്ങളിൽ ഇലവിയ പൂഞ്ചിറ. ആ സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇലവിയ പൂഞ്ചിറ. ചെറിയ രീതിയിൽ ട്രക്ക് ചെയ്ത് പോകാനുള്ളൂ. ഏതായാലും മാഷകഥ പുറകിൽ വരുന്നുണ്ട്. നമ്മളെ യൂസുഫ് അതുപോലെ സൈനു, നമ്മളെ അൻസാർക്ക, ഷെരീഫ് കഥ ഫ്രണ്ടിൽ പോണ്, അനൂപും പുറകിലും ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത്തിരി സ്ലോ ആണ് ട്രക്ക് ചെയ്ത് വരാൻ. അവർക്ക് നമ്മളത്ര കപ്പാസിറ്റി ഇല്ല. യൂസുഫ് കാക്കൊക്കെ നല്ല കപ്പാസിറ്റിയാണ്, പക്ഷേ ശ്വാസം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, വിടണില്ല എന്നുള്ളൂ. ഇലവിയ പൂഞ്ചിറ ഇതിൻ്റെ ടോപ്പിലേക്ക് കയറുമ്പോൾ ഉള്ള പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാട്ടത്. അങ്ങനെ ഞങ്ങളത് അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇതിങ്ങനെ കയറി പോവും. ഇങ്ങനത്തെ അനൂപൊക്കെ ഏറ്റവും ഫ്രണ്ടിലെത്തി. ശനിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഈ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇതിനെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ ഏറ്റവും ഇലവിയ പൂഞ്ചിറൻ്റെ ഏറ്റവും ടോപ്പ്. ഇനി അവിടുന്ന് അങ്ങോട്ട് കുറച്ച് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഭാഗത്തുകളിൽ നമ്മളെ മലങ്കര ഡാമിൻ്റെ റിസർവയറും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ മുകളിൽ ആദ്യം ഉണ്ടായിരുന്നില്ല പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ ഇതായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ താഴത്ത് കണ്ടില്ല, ആ ഒരു സ്റ്റേഷൻ പിന്നീട് ഉണ്ടാക്കിയതാണ്. ആദ്യം ഇതായിരുന്നു സ്റ്റേഷന്. ഇതിൻ്റെ മുകളിലെത്തിയിട്ട് കാണുന്ന കാഴ്ചട്ടെ, കാണുന്ന ഫുള്ള് പച്ച വിരിച്ച് നിൽക്കണ ഈ മഴക്കാലമായതുകൊണ്ട് ഇത് ഒരു രക്ഷയില്ലാത്ത കാറ്റ്, നല്ല തണുപ്പ്. 5 മണി 5:30 മണിക്ക് ആ സമയത്ത് കാണുന്ന കാഴ്ചട്ടെ കാണുന്നത്. ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഇലവിയ പൂഞ്ചിറ ട്രക്കിങ്ങിന് വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇടി മിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത്രയും ഹൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയങ്ങളിൽ ഇതിൻ്റെ മുകളിലേക്കുള്ള പ്രവേശനം കാര്യങ്ങളൊക്കെ ഒരു ബ്ലോക്ക് ചെയ്യും. കൂടുതൽ ഇടി മിന്നുള്ള സമയങ്ങളിൽ ഇതിൻ്റെ മുകളിലേക്ക് പരമാവധി കയറാതിരിക്കുക. നമ്മളിതിന് മുകളിലേക്ക് കയറാൻ അവർ സമ്മതിക്കുകയും ചെയ്യില്ല. കാരണം ആ സമയത്ത് പ്രവേശനം വിലക്കേർപ്പെടുത്തും. അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചട്ടെ ഈ കാണുന്നത് ഫുള്ള് ഭാഗം കണ്ടില്ല, ഈ പച്ചപ്പ് ഇതുപോലത്തെ പുല്ലുകളാണ് ചുറ്റുഭാഗമുള്ളത്. ഒരു രക്ഷയില്ല, എന്ത് വൈബാ. അങ്ങനെ ഇലവിയ പൂഞ്ചിറൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേട്ട് എത്തിട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയായിട്ട് കാണുന്നത് നമ്മളെ മാഷിത് അവിടുന്ന് ഫോട്ടോ എടുക്കുന്നത്. സൈനുത, നമ്മളെ അൻസാർക്ക എല്ലാവരും ഉണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഭാഗത്തു കൂടി ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് മേലുകാവിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ മേലുകാവ് ജംഗ്ഷനിലെത്തും. ഇതിൻ്റെ ചുറ്റുഭാഗം നോക്കുമ്പോൾ കാണുന്ന മലകളാട്ടെ ഈ കാണുന്നത്, രക്ഷയില്ല.
ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം ഞങ്ങൾ പുറകോട്ട് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം നടന്ന് ട്രക്ക് ചെയ്ത് പോയിട്ടോ. എന്നിട്ട് ഇതാ വീണ്ടും നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വൈബനായിരുന്നു കേട്ടോ ഈ വൈകുന്നേരത്തെ ഈ ട്രക്കിങ്. നമ്മൾ ഓരോ ആളുകളിങ്ങനെ നടന്നു പോയ ഓരോ വഴിയിലൂടെ ഇങ്ങനെ പോയി ആണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ രക്ഷയില്ലാത്തൊരു ട്രക്കിങ്ങും നല്ല അനുഭവം തന്നെ ആയിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാറ്റും, കോട കുറച്ച് കുറവുണ്ടെന്ന്, പക്ഷേ നല്ല കാറ്റ്, തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. രക്ഷയില്ല, നല്ല തണുത്ത കാറ്റ്. ഇനി ഏകദേശം ഫ്രണ്ടിലോട്ട് ഒരു 1.5-2 കിലോമീറ്ററോളം നമുക്ക് അങ്ങോട്ട് കയറി പോകാനുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ വന്ന ആ വയർലെസ് സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തും. നമ്മളെ മുന്നിലായിട്ട് ഇതാ ഷെരീഫ് സൈനു യൂസുഫ് അൻസാർക്ക് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. രക്ഷയില്ലാത്ത ട്രക്കിങ് തന്നെയായിരുന്നു. കാരണം മഴക്കാലമായതുകൊണ്ട് നടവഴിയൊക്കെ പുല്ല് കണ്ട് വന്ന് നിന്നിട്ട് വഴികളൊന്നും മനസ്സിലാവുന്നില്ല. ആ രീതിയിലാണ് ഇപ്പം വഴികളൊക്കെ കാണുന്നത്. കാരണം ഫുള്ള് പുല്ല് നിറഞ്ഞുകൊണ്ട് ഏതാണ് കറക്റ്റായിട്ടുള്ള വഴിയെന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഓരോ വഴികളുണ്ടാക്കി ആ വഴിയിലൂടെ എങ്ങനെ പോവുക ചെയ്ത്. അങ്ങനെ ഞങ്ങളിതാ ഇലവിയ പൂഞ്ചിറയിലെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ ഈ വഴിയിലൂടെ നമ്മൾ വന്ന റൂമിൻ്റെ സ്റ്റേ ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവരൊക്കെ മുന്നിലിതാ പോകുന്നു. നമ്മളൊരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ റൂമിലെത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ചിക്കന് മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ട്. അത് ചിക്കൻ പൊരിക്കണം, പിന്നെ നെയ്ച്ചോറുണ്ടാക്കണം. അങ്ങനെ കുക്കിങ്ങിൻ്റെ പരിപാടിയായിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഒരു അരമണിക്കൂറിനുള്ളിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചിക്കനെല്ലാം പൊരിച്ച് കഴിഞ്ഞ് നെയ്ച്ചോറ് ഏകദേശം റെഡിയായി. നമ്മളേതായാലും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് സലാഡൊന്നും കൂടി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സലാഡ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങും. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യണം. സലാഡെല്ലാം അരിക്ക് നുറുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് മിക്സ് ചെയ്യാം. ടേബിളിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിക്കൽ തുടങ്ങാം. നമ്മളെ നെയ്ച്ചോറായി. അവിടെ നമ്മുടെ ചിക്കന്, സലാഡ്, പിന്നെ കൊക്കക്കോള എല്ലാം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറ് വിളമ്പിലോട്ടെ സൈനാണ് നേതൃത്വം കൊടുക്കുന്നത്. നെയ്ച്ചോറ് ഉപ്പൊക്കെ കറക്റ്റ് കേട്ടോ, എല്ലാം ബറാബറാണ്. റൈസിൽ എല്ലാം കറക്റ്റാണ്. ഉപ്പും മുളകും കുരുമുളകും മസാലയും എല്ലാം സെറ്റാണ്. അതാ ചോറ് വിളമ്പി അതിക്ക് ഇതാ കറി മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സലാഡ് മാഷിട്ട് കൊടുക്കുന്നുണ്ട്, അച്ചാറ്, അങ്ങനെ എല്ലാ വിഭവങ്ങളുമായിട്ട് സമൃദ്ധമായിട്ടാണ് നമ്മൾ രാത്രിക്ക് തന്നത് ഭക്ഷണം. താമസിക്കുന്ന റൂമിൻ്റെ അതുവഴി ഇങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല. അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സൂര്യത്തിൻ്റെ ഉദയം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അയ്യോ, ആ ഒരു രംഗമാണ് കേട്ടോ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഒരു രംഗമാണ് രാവിലെ തന്നെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ നമ്മൾ രാവിലത്തെ സൺറൈസ് കണ്ടിരിക്കുന്നു ഗൈസ്. ഈ ഭാഗത്തേക്കൊന്നും നമ്മൾ നേരത്തെ വന്ന് ഉച്ചക്ക് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഏരിയയാണിത്. പക്ഷെ ഇവിടെ നിന്നൊന്നും താഴേക്ക് നോക്കുന്ന സമയത്ത് ഒന്നും കാണുന്നില്ല. നമ്മൾ ആ ഒരു ഇടമലയാർ ഡാമിൻ്റെ ആ ഒരു ഫുള്ള് ഏരിയ ഒക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ചപ്പാത്തിയാണ് രാവിലെ കഴിക്കുന്നത്. ചപ്പാത്തി ഉണ്ട്, നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ഉണ്ട്, അതും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങും. ഞങ്ങൾ നേരെ ഇല്ലിക്കൽ കല്ലും അതുപോലെ തന്നെ ഉളുപ്പുണ്ണി ട്രക്കിങ് കൂടി പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ പ്ലാനിങ്ങുകൾ. ഏതായാലും രാവിലെ തന്നെ നമുക്ക് ചപ്പാത്തി കഴിക്കാം. ഇവിടെ ചപ്പാത്തി സൈന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും കറി വിളമ്പുന്നുണ്ട് എല്ലാവർക്കും. ഇവിടെ നമ്മളെ അനൂപത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാഷിത ഇന്നലത്തെ നെയ്ച്ചോറ് എടുക്കണേ. നല്ല അനൂപത നല്ല ഒരു 5-6 ചപ്പാത്തി ആയി തോന്നുന്നു. എന്നിട്ടും വിശപ്പ് അടഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുത്തെ താമസമൊക്കെ
കഴിഞ്ഞു. ഞങ്ങളിത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് നമ്മൾ നേരെ എടുത്ത് പോകണം മിക്കവാറും. നേരെ ഇല്ലിക്കൽ കല്ല്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉൾപ്പുണ്ണിയ ചെറിയൊരു പ്ലാനിങ് ഉണ്ടല്ലേ. പോയിട്ട് പോകും. അപ്പോൾ ഞങ്ങളിതാ ബാഗൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിട്ട് ഇതാ ഇറങ്ങി പോകണം. കേട്ടോ നമ്മളെ സൈനു ഇതവിടെ, സൈനു ഇവിടെ, നമ്മളെ മാഷും അനൂപ് ഇതാ ഇവിടെ നിൽക്കുന്നു. നമ്മളെ ഷെരീഫ് കഥ ഫ്രണ്ടിൽ ബാഗുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇനി നമ്മളെ അൻസാർക്കും നമ്മുടെ യൂസുഫ്ക്കും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മൂപ്പര് റൂമിൻ്റെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റൂമൊക്കെ. നമ്മളെ റൂം വെക്കേറ്റ് ചെയ്തിട്ടതാ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടോ. അതാ നമ്മളെ ഷെരീഫൊക്കെ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. നമ്മളെ അൻസാർക്കതാ ഫ്രണ്ടിലതാ ആദ്യം മുന്നിൽ പോണ്. മാഷും ബാക്കിയുള്ള ആൾക്കാരും അതാ ഫ്രണ്ടിലും. അങ്ങനെ ഞങ്ങളിതാ ഇല്ലിക്കൽ കല്ലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്താറായിട്ടോ. ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ പാർക്കിങ്ങിലെത്തും. പോകാൻ്റെ വണ്ടി വന്നിട്ടോ. ഇതിലാണ് നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് മുകളിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇതാ ഞങ്ങൾ പുറപ്പെടുകയായി ഇല്ലിക്കലിലേക്ക്. അനൂപൊന്ന് നോക്കിക്കാളെ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. രണ്ട് സൈഡും നല്ല നടുകളായി മലകളുടെ നമ്മൾ വണ്ടി സൈഡാക്കിയതാ. നമ്മളിനി ആ കാണുന്ന ടോപ്പിലോട്ട് നമ്മൾ കയറി പോവുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുള്ള് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് കോടായിരുന്നു. പക്ഷെ ഇന്ന് ഫുള്ള് നല്ല തെളിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഓരോ ടൈമിലുണ്ടായിരുന്ന കാലാവസ്ഥ. ആ സമയത്ത് നല്ല ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മഴയും കാര്യങ്ങളൊന്നുമില്ല, കോടയും കുറവാണ്. അന്ന് ഏകദേശം ഈ ഒരു ടൈമൊക്കെ തന്നെ ആയിരുന്നു. എങ്ങനെതാ ഇതിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങാം കേട്ടോ. അവരിതാ അവിടുന്ന് വരുന്നുണ്ട്. ഇങ്ങനെ കയറി 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 നമ്മളതിൻ്റെ ടോപ്പിലോട്ട് കയറി പോവാം. ഇന്ന് കോട കുറവാണ്. കഴിഞ്ഞ ആഴ്ച വന്നത് നല്ല രീതിയിൽ കോട ഉണ്ടായി. നമ്മൾ അനൂപൊക്കെ ഇതാ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ യൂസഫ്ക്ക് മാഷൊക്കെ ഉണ്ട് കേട്ടോ പുറകിലായിട്ട്. ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിയുടെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും റിട്ടേൺ നമ്മൾ വണ്ടി എടുത്ത് താഴേക്ക് നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. വണ്ടിയിൽ ആളുകളൊക്കെ എല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. വാഗമണ്ണെന്ന് ഞങ്ങൾ നാളെ ജീപ്പ് വന്നു. ഈ ഇവിടുന്ന് നേരെ ഉൾപ്പുണ്ണിയിലേക്ക് നമ്മൾ ഓഫ് റോഡ് പോവാണ്. അവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ട്രക്ക് ചെയ്ത് കാണാനുണ്ട്. നല്ല രസമുള്ള കാലാവസ്ഥ കേട്ടോ. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറകിലെല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഉൾപ്പുണ്ണിയിലേക്ക് പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ. ഈ റോഡിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. കുഴപ്പമില്ല, കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള റോഡാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ റോഡ് വളരെ മോശമായി തുടങ്ങും. ഈ മലയുടെ ആ സൈഡിൽ ഇടുക്കി ഡാമിൻ്റെ റിസർവയർ ആണ് കേട്ടോ കാണുന്നത്. ഈ മലയുടെ അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ്. ആ ഭാഗത്താണ് ഇടുക്കി ഡാമിൻ്റെ റിസർവയറും കാര്യങ്ങളൊക്കെ വരുന്നത്. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് ഇതുപോലെ വണ്ടി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ആ ഇടുക്കി ഡാമിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്.
ഒരു രക്ഷയില്ല. ഉളുപ്പുണ്ണി പിന്നെ ചെക്ക് പോസ്റ്റ് ആട്ടോ. ഇതിന് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പാസ് എടുക്കണം. മുന്നിൽ ഈ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവയർ ഏരിയകളാണ് കേട്ടോ. ഈ വെള്ളം ഇടുക്കി ഡാമിൽ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളാണ് ഈ കാണുന്നത്. എന്താ ഭംഗിയെന്നറിയാം, ഒരു രക്ഷയില്ല. ഞങ്ങളിതാ ഉളുപ്പുണ്ണി വെള്ളച്ചാട്ടത്തിലെത്തിട്ടോ. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇതാ ഇറങ്ങിയിട്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം ചെയ്യും. ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തും. അവിടെ നമുക്ക് നല്ലൊരു ഉഷാറ് കുളിയും കൂടി കുടിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തോട് വിട പറഞ്ഞ് അങ്ങ് പോവാം. അങ്ങനെ ഞങ്ങൾ ഉളുപ്പുണ്ണിയിലെ ആ വെള്ളച്ചാട്ടത്തിലെ കുളി കഴിഞ്ഞു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട്. അത് കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പിന്നെ നേരെ വാഗമണ്ണിലേക്ക് തന്നെ പോയി അവിടെ അങ്ങനെ നാട്ടിലേക്ക് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വ്യൂ പോയിന്റിലുണ്ട് ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അത് കണ്ടിട്ട് നേരെ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വാഗമണ്ണിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ബായ്.